Hello my dear students, welcome to Teacher at Home. Today class we are going to learn the second part of this chapter, birthday letter. This is a birthday letter. This is written by Jawaharlal Nehru to his daughter Indira Gandhi. Okay, so the address is Central Prison, Naini, October 26, 1930. My dear Indira, on your birthday, you have been in the habit of receiving presents and good wishes. അപ്പോൾ ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടക്കുമ്പോൾ ആൾക്ക് എഴുതിയ കത്താണിത് ബർത്ത്ഡേക്ക്. അപ്പോൾ ബർത്ത്ഡേയുടെ സമയത്ത് നിനക്ക് ഗിഫ്റ്റും പ്രസൻറ്റൊക്കെ വിഷസും ഒക്കെ കിട്ടുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഗുഡ് വിഷസ് യു വിൽ സ്റ്റിൽ ഹാവ് ഇൻ ഫുൾ മെഷർ, ബട്ട് വാട്ട് പ്രസന്റ് ക്യാൻ ഐ സെൻഡ് യു ഫ്രം നൈനി പ്രിസൺ. അതായത് വിഷ് നിനക്ക് എപ്പോഴും ഉണ്ടാവും, പക്ഷെ എന്ത് പ്രസന്റ് ആണ് ഞാൻ ഈ ജയിലിൽ നിന്ന് നിനക്ക് അയക്കാൻ പറ്റുക? മൈ പ്രസൻസ് കനോട്ട് ബി വെരി മെറ്റീരിയൽ ഓർ സോളിഡ്, ഇറ്റ് ക്യാൻ ബി ദ മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അതായത് എൻ്റെ പ്രസന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് സോളിഡ് മാറ്റർ ഓൺലി. They can be of the mind and spirit, things that even the high walls of a prison cannot stop. അല്ലേ? എൻ്റെ സ്പിരിറ്റും എൻ്റെ മൈൻഡും എന്താണ്? ഈ പ്രസന്റ് ഈ ജയിലിൻ്റെ വലിയ മതിലുകൾക്ക് പോലും തടുക്കാൻ പറ്റില്ല. You know, sweetheart, how I dislike sermonizing and doling out good advice. I have always thought that the best way to find out what is right and what should be done is not by giving a sermon. It has to be done by talking and discussing. Out of discussion, sometimes a little bit of truth comes out. I have liked my talks with you and we have discussed many things. But the world is wide, and beyond your world, beyond our world, lie other wonderful and mysterious worlds. None of us need never be bored or imagine that we have learned everything worth. Sermonizing and doling out a good advice എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉപദേശം തന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് അത്ര താല്പര്യമില്ല. ഓൾവേസ് തോട്ട് ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് റൈറ്റ്, എന്താണ് നല്ലത് അത് ചെയ്യുക. വാട്ട് ഷുഡ് ബി ഡൺ ഈസ് നോട്ട് ബൈ ഗിവിങ് എ സോമൻ. അല്ലേ? നമ്മൾ ഉപദേശം കൊടുക്കുന്നത് പോലെ അല്ല. ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ്. വർത്താനം പറഞ്ഞും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഔട്ട് ഓഫ് ഡിസ്കഷൻ സംടൈംസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രൂത്ത്. ബട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പല സത്യങ്ങളും പുറത്തു വരാറുണ്ട്. ഐ ലൈക്ക് മൈ ടോക്സ് വിത്ത് യു. എനിക്ക് നിന്റെ കൂടെയുള്ള വർത്താനം ഇഷ്ടമാണ്. ഡിസ്കസ് മെനി തിങ്സ്. നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേൾഡ് ഈസ് വൈഡ്. ഈ ലോകം നല്ലോണം വിശാലമായതാണ്. ബിയോണ്ട് അവർ വേൾഡ് ലൈ അതർ വണ്ടർഫുൾ ആൻഡ് മിസ്റ്റീരിയസ് വേൾഡ്സ്. അപ്പോൾ നമ്മുടെ ലോകം നല്ല ഇതിനെക്കാട്ടിയും വാസ്റ്റ് പരന്നു കിടക്കുന്ന ഒരു ലോകമാണ് നമുക്ക് മുമ്പിലുള്ളത്. None of us need ever be bored or imagine that we have learned everything. ഒരിക്കലും ബോറായിരിക്കരുത്. പിന്നെന്താണ്? We have learned everything worth learning and become wise. നമ്മളെല്ലാം അറിവും സമ്പാദിച്ചു എന്നുള്ള ഒരു ചിന്ത പാടില്ല. ബട്ട് വാട്ട് am I to do then? A letter can hardly take the place of a talk. അപ്പോൾ ഈ ഒരു കത്ത് എന്ന് പറഞ്ഞാൽ ഈ വർത്താനം പറയുന്ന സ്ഥാനമാണ് ഇത് ഏറ്റെടുക്കുന്നത്. At best it is a one-sided affair. അല്ലേ? ഒരു ഭാഗത്തേക്ക് കൂടിയുമായിട്ടുള്ള കോൺവെർസേഷൻ ആണ്. Imagine that I have made a suggestion for you to think over. അപ്പൊ ഞാൻ നിനക്കൊരു സജഷൻ തന്നിട്ടുണ്ട് അല്ലേ, ചിന്തിക്കാനും. As we really were having a talk. നമുക്ക് ശരിക്കും ഒരു വർത്താനം പറയുന്ന പോലെയാവും ഇത്. In history we read of great periods in the life of nations, of great men and women. ചരിത്രത്തിൽ നമ്മൾ പല ആൾക്കാരുടെയും എന്താണ് ജീവിത രീതികളെ കുറിച്ചിട്ട് വായിച്ചിട്ടുണ്ട്. Do you remember how fascinated you were when you first read the story of Jane d'Arc? അപ്പോൾ ജെയിൻ ഡി ആർക്കിയുടെ സ്റ്റോറി വായിച്ചപ്പോൾ നീ എന്തൊരു ഉന്മേഷമായിരുന്നു അല്ലേ നിനക്ക് ആ കഥ വായിച്ചപ്പോൾ. യുവർ ആംബിഷൻ വാസ് ടു ബി സംതിങ് ലൈക്ക് ഹെർ. നിന്റെ ആഗ്രഹവും അതന്നെയല്ലേ. ഓർഡിനറി മെൻ ആൻഡ് വിമൻ ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. സാധാരണ ആൾക്കാര് ആണുങ്ങളും പെണ്ണുങ്ങളും എന്താണ്, അവര് വലിയ ഹീറോയിക് ഡീഡ്സ് അല്ല. They think of their bread and butter, of their children, of their household worries and the like. സാധാരണ ഒരു ആൾക്കാര് എന്ന് പറയുമ്പോൾ അവര് സാധാരണ ചിന്തിക്കുന്നത് ആഹാരത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചുമാണ്. But a time comes when a whole people become interested in a great cause. അപ്പോൾ ഒരു കാലം വരും, ആ കാലത്ത് അവർ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ചിന്തിക്കും. Then history helps even simple ordinary man and women to become. അപ്പോൾ ഹിസ്റ്ററി ചരിത്രമാണ് ഒരു സാധാരണ
ആൾക്കാരെ ഹീറോസിന്റെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിക്കുന്നത്. ഗ്രേറ്റ് ലീഡേഴ്സ് ഹാവ് സംതിങ് ഇൻ ദം വിച്ച് ഇൻസ്പയർസ് എ ഹോൾ പീപ്പിൾ. അപ്പൊ ഗ്രേറ്റ് ലീഡേഴ്സിന് അവർക്കായിട്ട് ചില കാര്യങ്ങളുണ്ട് and make them great deeds. പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട്. In India, a great leader full of love for all who suffer and eager to help them. അപ്പൊ ഇന്ത്യയിൽ ഒരു ഗ്രേറ്റ് ലീഡർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്നേഹമാണ് അല്ലെ, ഇങ്ങനെ സഫർ ചെയ്യുന്ന ആൾക്കാരോടുള്ള സ്നേഹം. ഇൻസ്പയർഡ് അവർ പീപ്പിൾ ടു ഗ്രേറ്റ് ആക്ഷൻസ് ആൻഡ് നോബിൾ സർവീസ്. പല ധർമ്മങ്ങൾ ചെയ്യാനും സാക്രിഫൈസ് ചെയ്യാനും ഒക്കെ ആൾക്കാരെ ചിന്തിപ്പിക്കുന്നത് ഇതിലൂടെയാണ്. Has helped to make the starving poor and the oppressed ഫ്രീ ആൻഡ് ഹാപ്പി. അല്ലെ, സ്റ്റാർവിംഗ് വിശന്നിരിക്കുന്നവരെയും പാവപ്പെട്ടവരെയും സഹായിക്കാനുള്ള ആഗ്രഹം. ബാബുജി ഈസ് ഇൻ prison, but the magic of his message has stolen the heart of India's millions. Men and women and even little children come out of the little shells and becomes India's soldiers of freedom. ബാബുജിയിലെ മഹാത്മാഗാന്ധി എവിടെയാണ്? ജയിലിൽ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെ. മെന്നും വിമൻ ആൻഡ് ഈവൻ ചിൽഡ്രനും, ചെറിയ കുട്ടികളും ആൾക്കാരൊക്കെ എന്താ പുറത്തു വന്നിട്ട് ഫ്രീഡത്തിലേക്ക് ലയിച്ചിട്ടുണ്ട്. ഇൻ ഇന്ത്യ ടുഡേ വി ആർ മേക്കിംഗ് ദ ഹിസ്റ്ററി. ഇന്ന് ഇന്ത്യയിലാണ് എന്താണ് ചരിത്രം ഉണ്ടാക്കിയാണ്. ആൻഡ് യു ആൻഡ് ഐ ആർ അൺഫോർച്ചുനേറ്റ് ടു സീ ദിസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ്. പക്ഷെ നമുക്കിത് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ടു ടേക്ക് സം പാർട്ട് അവർ സെൽസ് ഇൻ ദ ഗ്രേറ്റ് ഡ്രീംസ്. നമ്മുടെ ടേക്ക് സം പാർട്ട് അവർ സെൽസ്, നമ്മുടെ ഒരു പ്രസൻസ് അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വിച്ച് പാർട്ട് ഷാൾ ബി പ്ലേ ഇൻ ഇറ്റ്? ഏത് പാർട്ടാണ് നമ്മൾ അതിൽ കളിക്കേണ്ടത്? ഇഫ് യു ആർ ടു ബി ഇന്ത്യ സോൾജേഴ്സ്, നമ്മൾ ഇന്ത്യയുടെ സോൾജർ ആണെങ്കിൽ വി ഹാവ് ടു റെസ്പെക്ട് ഇന്ത്യാസ് ഹോണർ. ഇന്ത്യയുടെ ഹോണറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ആൻഡ് ദാറ്റ് ഹോണർ ഇസ് എ സീക്രട്ട് ട്രസ്റ്റ്. അതാണ് വിശ്വസ്തത. ഇറ്റ് ഈസ് നോ ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. അപ്പോൾ എളുപ്പമല്ല ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ലിറ്റിൽ ടെസ്റ്റ് I shall ask you to apply whenever you are in doubt. അപ്പൊ ഞാൻ നിന്നോട് എപ്പോഴും ഡൗട്ട് ഉണ്ടാവുമ്പോഴും അത് അപ്ലൈ ചെയ്യാൻ പറയാറുണ്ട്. നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട് ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. ഒരിക്കലും ഒളിഞ്ഞു മറഞ്ഞോ, അതായത് രഹസ്യത്തില് ചെയ്യരുത്. ഫോർ ദ ഡിസൈർ ടു ഹൈഡ് എനിത്തിങ് മീൻസ് ദാറ്റ് യു ആർ അഫ്രൈഡ്. എന്തെങ്കിലും നമ്മൾ ഒളിഞ്ഞു ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെയോ പേടിക്കുന്നു എന്നാണ് അർത്ഥം. ആൻഡ് ഫിയർ ഈസ് എ ബാഡ് തിങ് ആൻഡ് അൺവർത്തി ടു ഓഫ് യു. ഫിയർ, പേടി എന്ന് പറയുന്നത് ഒരു പൊട്ട സ്വഭാവമാണ്, അത് നിനക്ക് പാടില്ല. ബി ബ്രേവ് ആൻഡ് ഓൾ ദ റെസ്റ്റ് ഫോളോസ്. എപ്പോഴും ധൈര്യമായിരിക്കണം, ബാക്കിയുള്ളത് വഴിയിൽ വരും. ഓക്കെ, യു നോ ദാറ്റ് ഇൻ അവർ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെന്റ് അണ്ടർ ബാബുജീസ് ലീഡർഷിപ്പ്, നമ്മുടെ സമരത്തില്, സ്വാതന്ത്ര്യ സമരത്തില് ബാബുജിയുടെ, ഗാന്ധിജിയുടെ ലീഡർഷിപ്പില് there is no room for secrecy or hiding. അതായത് രഹസ്യത്തിനോ ഒളിഞ്ഞു ചെയ്യുന്നതിനോ യാതൊരു മുറിയുമില്ല. we have nothing to hide. ഒന്നും തന്നെ ഒളിച്ചു വെക്കാനില്ല. we are not afraid of what we do or what we say. ഞങ്ങൾ എന്താ പറഞ്ഞതെന്നോ എന്താ ചെയ്തതെന്നോ എന്നതിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. we walk in the sun and in the light. സൂര്യന്റെ താഴെയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്, വെളിച്ചത്ത് ആണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. Even so in our private lives, let us make friends with the sun. അപ്പൊ നമ്മുടെ ജീവിതത്തിലും എന്താണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. Walk in the light means face bravely and do nothing secretly. If you do so, my dear, you will grow up a child of a light, unafraid and screen and unruffled whatever may happen. അതായത് ഇങ്ങനെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിനക്ക് ഒളിമറയില്ലാതെ എല്ലാ കാര്യങ്ങളും പേടിയില്ലാതെ തുറന്നു പറയാനും തുറന്നു ചെയ്യാനുമുള്ള ഒരു കഴിവ് ലഭിക്കും. I have written a very long letter to you. വലിയൊരു ലെറ്റർ ആണ് ഞാൻ നിനക്ക് എഴുതിയത്. And yet there is so much I would like to tell you. എന്നാലും നിന്റെ അടുത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. How can a letter contain it? Goodbye, little one, and you may grow up in a brave soldier in India's service. നല്ലൊരു ധീരയായിട്ട് നീ ഇന്ത്യയിൽ വളരണം. With all my love and good wishes. ഇങ്ങനെയാണ് ലെറ്റർ എൻഡ് ചെയ്യുക അല്ലെ. Your loving father, Jawaharlal Nehru. So this is a letter that is written by Jawaharlal Nehru. So that's all about this chapter. The next part we can see in the part 3. So if you are interested, please do like, share and subscribe my channel. Okay, thank you.